ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 8-ാം അധ്യായം 10-ാം വാക്യം. ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ അറിയുവാൻ വരം ലഭിച്ചിരിക്കുന്നത് നിങ്ങൾക്കാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ശ്രേഷ്ഠത എന്താണ് എന്ന് ഇന്നത്തെ വചനത്തിലൂടെ എൻ്റെ ഈശോ എന്നെ ഓർമ്മിപ്പിക്കുകയും നമ്മളൊക്കെ ശ്രേഷ്ഠരാ, പ്രത്യേകമായിട്ട് വരം ലഭിച്ചവരാ, ദൈവപുത്ര സ്ഥാനം ലഭിച്ചവരാ. നമുക്കറിയാം നമുക്കിത് എപ്പോഴാണ് ലഭിച്ചത് എന്നല്ലേ. മാമോദീസായിലൂടെ പാപത്തിൽ നിന്ന് മോചനം നേടി ദൈവത്തിന്റെ മകനായിട്ട് മകളായിട്ട് നമ്മൾ ജനിക്കുന്നുണ്ട്. ഈ ഒരു സ്ഥാനം നമുക്ക് ലഭിക്കുമ്പോൾ അതിൻ്റെ വിശുദ്ധി എന്താണ്, ശ്രേഷ്ഠത എന്താണ് എന്ന് പലപ്പോഴും മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ഇത് തന്നെയാണ് ശിഷ്യന്മാരോട് ഇന്നത്തെ വചനത്തിലൂടെ ഈശോ പറയുന്നത് അല്ലേ. നിങ്ങൾക്ക് വരം ലഭിച്ചിട്ടുണ്ട്. എന്തിനാ? ഇതൊക്കെ മനസ്സിലാക്കാനായിട്ടുള്ള വരം ലഭിച്ചവരാ നിങ്ങൾ. പക്ഷേ ഈ വരം വേണ്ട വിധം പ്രയോജനപ്പെടുത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ഇതേ കുറ്റപ്പെടുത്തൽ തന്നെ എൻ്റെ ഈശോ എന്നെ നോക്കിയും നമ്മളെ നോക്കിയും ഒക്കെ പറയുന്നുണ്ട്. എന്താണത്? വരം ലഭിച്ചവരാ നിങ്ങൾ, അവകാശികളാ നിങ്ങൾ. എന്തിൻ്റെയാണ്? ദൈവരാജ്യത്തിന്റെ അവകാശികളാ. ദൈവത്തിന്റെ മകനാണ് മകളാണ് നാം എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ല. നമ്മുടെ ജീവിതത്തിന്റെ ശ്രേഷ്ഠത എന്താണ് എന്ന് പലപ്പോഴും മനസ്സിലാക്കാതെ ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ പറയുക. നമ്മൾ സാധാരണ മനുഷ്യരല്ല കേട്ടോ. നമ്മുടെ ദൈവത്തിന്റെ മകളാ. പക്ഷെ ഇത് മനസ്സിലാക്കാതെ നമ്മൾ അഭിമാനിക്കാറുണ്ടല്ലേ. എന്തിനാ നമ്മൾ അഭിമാനിക്കുന്നത്? പലപ്പോഴും നമ്മൾ അഭിമാനിക്കുന്നത് നമ്മുടെ കുടുംബ പേരിന്റെ പേരിൽ. നമ്മൾ വലിയ കുടുംബക്കാരാണ് എന്ന് പറഞ്ഞ് അഭിമാനിക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ജോലിയുടെ പേരിൽ നമ്മൾ അഭിമാനിക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തിന്റെ പേരിൽ നമ്മൾ അഭിമാനിക്കാറുണ്ട്. ഇതൊക്കെ ഭൗതികമായ കാര്യങ്ങളുടെ പേരിൽ പലപ്പോഴും അഭിമാനിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറി. പക്ഷെ യഥാർത്ഥ അഭിമാനം നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഒരിക്കലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ മകനാണ് മകളാണ് ഞാൻ എന്നതിൽ നമ്മൾ അഭിമാനിച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും നമ്മൾ പറയാറുണ്ടോ? ഒരിക്കലും നമ്മൾ പറയാറില്ല. കാരണം നമുക്കതെന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ഇന്നോളം സാധിച്ചിട്ടില്ല. ശിഷ്യന്മാർക്കും സംഭവിച്ചത് അത് തന്നെയാണ്. അതുകൊണ്ടാണ് എൻ്റെ ഈശോ എന്നെ ഓർമ്മിപ്പിക്കുന്നത്, മോനെ, നിന്റെ ജീവിതത്തിന്റെ ശ്രേഷ്ഠത നീ മനസ്സിലാക്കേ. നീ ദൈവരാജ്യത്തിന് അവകാശിയ, നീ എൻ്റെ മകന, എൻ്റെ മകളാ. ആ സ്ഥാനം നീ മനസ്സിലാക്കിക്കൊണ്ട് നിന്റെ ജീവിതത്തിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കുമ്പോഴാണ് ഈ ഭൂമിയിൽ അഭിമാനത്തോടുകൂടി വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുക. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതം സാധാരണ ഒരു ജീവിതമല്ല എന്ന് തിരിച്ചറിയാം. ദൈവത്തിന്റെ മകനാണ് മകളാണ് എന്നതിൽ അഭിമാനിക്കുവാനായിട്ട്, അവന്റെ മകന് അല്ലെ മകൾക്ക് അനുയോജ്യമായ ജീവിതം നയിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ വിശുദ്ധരായി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.